അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ അവിടെ നമുക്ക് കുറച്ചും കൂടെ അധികം വെള്ളം വേണം, ഒരു ബേസിനിൽ എടുക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് കടക്കത്തോടും നെല്ലിക്കത്തോടും താനിക്കത്തോടും മാർക്കറ്റിൽ നിന്ന് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. എല്ലാം കൂടെ ഒരു 1-2 പിടി ഒരു 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 അര ബക്കറ്റ്, ഒരു അരക്കലം വെള്ളത്തിലിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചോട്ടെ. ഒരു അരമണിക്കൂർ തിളപ്പിച്ചതിന് ശേഷം സഹിക്കാവുന്ന ചൂടോടെ അതിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതൊരു ബേസിനിൽ ഒഴിച്ചിട്ട് സഹിക്കാവുന്ന ചൂടോടെ, അധികം ചൂട് പാടില്ല. അതിലേക്ക് കാൽപാദം ഇങ്ങനെ അമർത്തി വെച്ചിരുന്നാല്, മുക്കി വെച്ചിരുന്നാല് ഒരു 15-20 മിനിറ്റ് മാക്സിമം. അതും പതിവായിട്ട് ശീലിക്കാമെങ്കിൽ അത്തരം ഫംഗൽ ഇൻഫെക്ഷൻസ് കുറയുന്നതിനെ സഹായിക്കുന്നു. അതുപോലെ മഞ്ഞളിടാം. അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് അരിവേപ്പിന്റെ തൊലിയും കൂടെ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ചതായാൽ ഒന്നും കൂടെ വിശേഷമായി. ദേഹത്തിലൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ അനുഭവപ്പെടും. അമിതമായിട്ട് ഈ മാംസാഹാരങ്ങളൊക്കെ കഴിച്ച് ചൂടുകാലത്ത് നമ്മൾ ഒഴിവാക്കാൻ പറയും, പക്ഷെ എന്നാലും തെറ്റിച്ച് ചില കുറുമ്പന്മാര് കഴിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ചൂടുകുരു വരും, ചൂട് അനുഭവപ്പെടും. എന്നിട്ട് അവരിങ്ങനെ എന്തെങ്കിലും ബ്രഷൊക്കെ എടുത്ത് പുറത്ത് ചൊറിയ, വാതിലിന്റെ കട്ടളപ്പടിയിലൊക്കെ ഇട്ട് ചൊറിയ, പുറം ഒരക്കിയതൊക്കെ കാണാറുണ്ട് നമ്മൾ ഹോസ്റ്റലിലൊക്കെ കാണുന്ന സീനല്ലേ. അപ്പൊ